ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പാലക്കും പൊട്ടറ്റോ വെച്ചിട്ട് ഒരു തോരനാണ് ആക്കുന്നത്. ഇതിന് വേണ്ടി സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കുറച്ച് കായം ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ, ജീരകം, അതുപോലെ തന്നെ വെളുത്തുള്ളി, സവാള, ഒരു പച്ചമുളക്. സവാള ചെറിയൊരു പീസ് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എല്ലാം കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ആണ് ആദ്യം ചെറിയതായിട്ട് കട്ട് ചെയ്യണം. കാരണം നമ്മളിത് കുക്കറിലൊന്നും ഇടുന്നില്ല, ഡയറക്റ്റ് വേവിച്ചെടുക്കാൻ പോവാണ്. അതുകൊണ്ട് വളരെ ചെറുതായി കട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പാലക്കും നന്നായിട്ടൊന്ന് ചെറുതായി ചോപ്പ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഗ്യാസ് ഓണാക്കി അതിനകത്തേക്ക് ഒരു പാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ഒരു ഏകദേശം 1.5 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് ഞാൻ ഇച്ചിരി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്ന് ചൂടാകുമ്പോൾ പച്ചമുളക്, അതുപോലെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, സവാള ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇതൊന്ന് മൂത്ത് വരണം. മൂത്ത സ്മെല്ല് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മൾ പൊട്ടറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പൊട്ടറ്റോ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം മാത്രമേ ഇത് നന്നായി കുക്കായതിന് ശേഷം മാത്രമേ നമ്മൾ ഇലയിടാൻ പാടുള്ളൂ, പാലക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം പാലക്കിന് വേവ് തീരെ കുറവാണ്, പൊട്ടറ്റോയ്ക്കാണെങ്കിൽ നല്ല വേവുമാണ്. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി അടിച്ചിട്ട് തന്നെ വേവിക്കുക. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് അതൊന്ന് ബോയിലായി വരുമ്പോൾ നമുക്ക് പാലക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പം ആ പാലക്കൊക്കെ ഒന്ന് ഇങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞ് വരും. അത് കഴിഞ്ഞ് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തൊന്നും നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഈ ഒരു ലാസ്റ്റ് സമയത്ത് മാത്രമേ നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊട്ടറ്റോ വേവാൻ കുറേ സമയം എടുക്കും. അപ്പം ഉപ്പ് ലാസ്റ്റിലിട്ടാൽ മതി. അതുപോലെ ഇലേൻ്റെ ക്വാണ്ടിറ്റിയും കുറയുമ്പോൾ മാത്രമേ ഉപ്പിടേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ലാസ്റ്റിൽ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരവിയത് ആഡ് ചെയ്യുക. അപ്പം നമ്മുടെ തോരൻ റെഡിയാണ്. ഇത് ചപ്പാത്തിക്കും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. വേണമെങ്കിൽ തേങ്ങ അവോയ്ഡ് ചെയ്താൽ മതി. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്